എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് 2024 റീവാലുവേഷൻ സ്ക്രൂട്ടണിയുടെ റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. ഇത് ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് 2024 റീവാലുവേഷൻ സ്ക്രൂട്ടണിയുടെ റിസൾട്ടുകൾ ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഫോട്ടോ കോപ്പിയുടെ കാര്യം എന്താണ്? റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടണിയുടെയും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ തന്നെ ഫോട്ടോ കോപ്പി എന്ത് ചെയ്യും? അയക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് കൈകളിൽ എത്തുന്നതായിരിക്കും. അതായത് റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടണിയുടെയും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോട്ടോ കോപ്പിയും നിങ്ങൾക്ക് അവിടുന്ന് മെയിലായിട്ട് അയക്കും. മെയിലായിട്ടെന്ന് പറഞ്ഞാൽ പോസ്റ്റായിട്ട് അയക്കും. അത് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് കവറിലാക്കി അയക്കും. അത് ഒരാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് കൈകളിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ റീവാലുവേഷനിൽ എന്താണ് സംഭവിക്കുക? റീവാലുവേഷനിൽ 8 മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടച്ച പൈസ റീഫണ്ട് കിട്ടും. 1-2 മാർക്ക് കൂടുകയാണെങ്കിൽ ഗ്രേഡിൽ ചേഞ്ച് വരും. പക്ഷേ പൈസ റീഫണ്ട് ലഭിക്കില്ല. ഇനി മാർക്ക് കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടിയ മാർക്ക് പരിഗണിക്കും. സ്ക്രൂട്ടണിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടെ കൂട്ടി നോക്കുകയാണ്. നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ അതിൽ വർധനവ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൂടിയ മാർക്ക് പരിഗണിക്കും. കുറവാണ് വരുന്നതെങ്കിൽ കുറഞ്ഞ മാർക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് കൂടിയ മാർക്ക് തന്നെ ആക്റ്റീവായി തുടരും. അപ്പോൾ എങ്ങനെ പരിശോധിക്കാം? നിങ്ങൾക്ക് DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് പരിശോധിക്കുക. അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് തന്നേക്കാം. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഇസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടെക്, ദ ബെസ്റ്റ് കരിയർ ഗൈഡൻറ്റ്.